ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോഗോസ് ബൈബിൾ ക്വിസ് 2025 എല്ലാവർക്കും സ്വാഗതം. വളരെ ശ്രദ്ധയോടെ നമുക്ക് തിരുവചനങ്ങളും ചോദ്യോത്തരങ്ങളും പഠിക്കാം. പ്രഭാഷകൻ്റെ പുസ്തകം 49 അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 49 അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 16 വാക്യങ്ങൾ. 49 അധ്യായത്തിൻ്റെ ശീർഷകം എന്ത്? ഇസ്രായേലിലെ മറ്റു മഹാന്മാർ. വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധക്കൂട്ടുപോലെ പരിമളപൂരിതമായ സ്മരണ ആരുടേതാണ്? ജോസിയായുടെ. നാവിന് തേൻ പോലെയും വീഞ്ഞു സൽക്കാരത്തിൽ സംഗീതം പോലെയും ആണ് അത്. ഏത്? ജോസിയായുടെ സ്മരണ. 49-1 ജോസിയായുടെ സ്മരണയെ എന്തിനോടെല്ലാം ഉപമിച്ചിരിക്കുന്നു? 1 വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധക്കൂട്ട്, 2 തേൻ, 3 വീഞ്ഞു സൽക്കാരത്തിലെ സംഗീതം. ഉത്തമ മാർഗത്തിൽ അവൻ ചരിച്ചു. ആര്? ജോസിയ. 49-2 ആരാണ് ജനത്തെ മാനസാന്തരപ്പെടുത്തിയത്? ജോസിയ. 49-2 പാപത്തിൻ്റെ മ്ലേച്ഛത നീക്കിക്കളഞ്ഞു എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? ജോസിയായെക്കുറിച്ച്. 49-2 ജോസിയായെക്കുറിച്ച് പറയുന്ന 3 കാര്യങ്ങൾ ഏവ? 1 ഉത്തമ മാർഗത്തിൽ അവൻ ചരിച്ചു, 2 ജനത്തെ മാനസാന്തരപ്പെടുത്തി, 3 പാപത്തിൻ്റെ മ്ലേച്ഛത നീക്കിക്കളഞ്ഞു. അവൻ ഹൃദയം കർത്താവിൽ ഉറപ്പിച്ചു. 49-3 ഇങ്ങനെ പറയുന്നത് ആരെക്കുറിച്ചാണ്? ജോസിയായെക്കുറിച്ച്. ദുഷ്ടരുടെ നാളുകളിൽ അവൻ ബലപ്പെടുത്തിയത് എന്ത്? ദൈവഭക്തി. അവൻ ദൈവഭക്തി ബലപ്പെടുത്തിയത് എന്ന്? ദുഷ്ടരുടെ നാളുകളിൽ. 49-3 ജോസിയ ചെയ്ത കാര്യങ്ങൾ ഏവ? 1 ഹൃദയം കർത്താവിൽ ഉറപ്പിച്ചു, 2 ദുഷ്ടരുടെ നാളുകളിൽ ദൈവഭക്തി ബലപ്പെടുത്തി. 49-4 പാപത്തിൽ മുഴുകാതിരുന്നവർ ആരല്ല? ദാവീദ്, ഹെസക്കിയ, ജോസിയ. പാപത്തിൽ മുഴുകിയവർ നിരസിച്ചത് എന്ത്? അത്യുന്നതൻ്റെ നിയമം. അവർ പാപത്തിൽ മുഴുകി അത്യുന്നതൻ്റെ നിയമം നിരസിച്ചപ്പോൾ അസ്തമിച്ചത് എന്ത്? യൂദ രാജവംശം. അവർ മറ്റുള്ളവർക്ക് അടിയറ വെച്ചത് എന്ത്? അധികാരം. അവർ തങ്ങളുടെ മഹത്വം ആർക്കാണ് അടിയറ വെച്ചത്? അന്യ ജനതയ്ക്ക്. 49-6 ആ ജനത തീ വെച്ചത് എന്തിനാണ്? വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിന്. എന്തിനെയാണ് ശൂന്യമാക്കിയത്? തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിൻ്റെ തെരുവുകളെ. ഇവയെപ്പറ്റിയെല്ലാം പ്രവചിച്ചത് ആര്? ജെറമിയ. ജെറമിയ തിരഞ്ഞെടുക്കപ്പെട്ടത് എവിടെ വെച്ചാണ്? അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ. ജെറമിയ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്തിനെല്ലാം വേണ്ടിയാണ്? 1 പിഴുതെടുക്കാൻ, 2 പീഡിപ്പിക്കാൻ, 3 നശിപ്പിക്കാൻ, 4 പണിതുയർത്താൻ, 5 നട്ടുവളർത്താൻ. അവർ അവനെ പീഡിപ്പിച്ചു. ആരെ? ജെറമിയായെ. കെരൂബുകളുടെ രഥത്തിനു മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വം ദർശിച്ചത് ആര്? യെസക്കിയേൽ. 49-8 യെസക്കിയേൽ ദർശിച്ചത് എന്ത്? കെരൂബുകളുടെ രഥത്തിനു മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വം. ദൈവം മഹത്വം വെളിപ്പെടുത്തിയത് എവിടെ? കെരൂബുകളുടെ രഥത്തിനു മുകളിൽ. കെരൂബുകളുടെ രഥത്തിനു മുകളിൽ മഹത്വം വെളിപ്പെടുത്തിയത് ആര്? ദൈവം. കെരൂബുകളുടെ രഥത്തിനു മുകളിൽ ദൈവം വെളിപ്പെടുത്തിയത് എന്ത്? മഹത്വം. 49-9 ശത്രുക്കളുടെ മേൽ കൊടുങ്കാറ്റ് അയച്ചത് ആര്? ദൈവം. ദൈവം കൊടുങ്കാറ്റ് അയച്ചത് ആരുടെ മേൽ ആണ്? ശത്രുക്കളുടെ മേൽ.
ദൈവം ശത്രുക്കളുടെ മേൽ അയച്ചത് എന്ത്? കൊടുങ്കാറ്റ്. ദൈവം നന്മ ചെയ്തത് ആർക്ക്? നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക്. 49:9 ദൈവം നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക് ചെയ്തത് എന്ത്? നന്മ. 49:10 ആരുടെ അസ്ഥികൾ പുനർജീവിക്കട്ടെ എന്നാണ് പറയുന്നത്? 12 പ്രവാചകന്മാരുടെ. 12 പ്രവാചകന്മാരുടെ അസ്ഥികൾ എവിടെ നിന്നാണ് പുനർജീവിക്കേണ്ടത്? കുടീരങ്ങളിൽ നിന്ന്. 12 പ്രവാചകന്മാർ ആശ്വസിപ്പിച്ചത് ആരെ? യാക്കോബിൻ്റെ ജനത്തെ. 12 പ്രവാചകന്മാർ യാക്കോബിൻ്റെ ജനത്തെ രക്ഷിച്ചത് എങ്ങനെ? ഉറച്ച പ്രത്യാശ നൽകി. ഡാഷ് മഹത്വം എങ്ങനെ വർണ്ണിക്കും? 49:11 അനുസരിച്ച് പൂരിപ്പിക്കുക. സെറുബാബേലിൻ്റെ. സെറുബാബേൽ എന്തുപോലെ ആയിരുന്നു? വലത്തു കൈയിലെ മുദ്രമോതിരം പോലെ. 49:11 വലത്തു കൈയിലെ മുദ്രമോതിരത്തോട് ഉപമിച്ചിരിക്കുന്നത് ആരെ? സെറുബാബേലിനെ. യഹോസദാക്കിൻ്റെ പുത്രൻ ആര്? യശുവ. യശുവയുടെ പിതാവ് ആര്? യഹോസദാക്ക്. സെറുബാബേലും യശുവയും തങ്ങളുടെ നാളുകളിൽ പണിതത് എന്ത്? ആലയം. അവർ വിശുദ്ധ മന്ദിരം പണിതുയർത്തിയത് എന്തിനു വേണ്ടി? കർത്താവിൻ്റെ നിത്യമഹത്വത്തിനു വേണ്ടി. തങ്ങളുടെ നാളുകളിൽ ആലയം പണിതത് ആര്? സെറുബാബേലും യശുവയും. കർത്താവിൻ്റെ നിത്യമഹത്വത്തിനു വേണ്ടി സെറുബാബേലും യശുവയും പണിതത് എന്ത്? വിശുദ്ധ മന്ദിരം. 49:13 ആരുടെ സ്മരണ ശാശ്വതമാണെന്നാണ് പറയുന്നത്? നെഹമിയായുടെ. നെഹമിയായുടെ ഡാഷ് ശാശ്വതമാണ്. 49:13 അനുസരിച്ച് പൂരിപ്പിക്കുക. സ്മരണയും. നെഹമിയായുടെ സ്മരണയെക്കുറിച്ച് 49:13 പറയുന്നത് എന്ത്? ശാശ്വതമാണ്. നെഹമിയ നമുക്ക് വേണ്ടി എന്താണ് പടുത്തുയർത്തിയത്? വീണുപോയ കോട്ടകൾ. അവൻ നമുക്ക് വേണ്ടി വീണുപോയ കോട്ടകൾ പടുത്തുയർത്തി എന്ന് 49:13 കാണുന്നത് ആരെക്കുറിച്ചാണ്? നെഹമിയായെക്കുറിച്ച്. നെഹമിയ നമുക്ക് വേണ്ടി എന്താണ് പടുത്തുയർത്തിയത്? വീണുപോയ കോട്ടകൾ. 49:13 നെഹമിയ പുനരുദ്ധരിച്ചത് എന്ത്? വീണുപോയ വീടുകൾ. ആർക്ക് തുല്യനായി ആരും ഭൂമുഖത്ത് ഉണ്ടായിട്ടില്ലെന്നാണ് 49:14 പറയുന്നത്? ഹെനോക്കിന് തുല്യനായി. അവൻ ഭൂമിയിൽ നിന്ന് സംവഹിക്കപ്പെട്ടു. ആര്? ഹെനോക്ക്. ആരെ പോലെ ആരും ജനിച്ചിട്ടില്ലെന്നാണ് 49:15 പറയുന്നത്? ജോസഫിനെ പോലെ. ആരുടെ അസ്ഥികൾ സൂക്ഷിക്കപ്പെടുന്നതായാണ് പറയുന്നത്? ജോസഫിൻ്റെ. ബഹുമാനിതരാണ് എന്ന് 49:16 പറയുന്നത് ആരെ പറ്റിയാണ്? ഷേം സേത്ത്. സൃഷ്ടികൾക്കെല്ലാം ഉപരിയായി എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? ആദത്തെക്കുറിച്ച്. 49-ാം അധ്യായത്തിൽ പറയുന്ന ഇസ്രായേലിലെ മഹാന്മാർ ആരല്ല? 1 ജോസ്യ, 2 ദാവീദ്, 3 ഹെസക്കിയ, 4 ജെറമിയ, 5 എസക്കിയേൽ, 6 സെറുബാബേൽ, 7 യഹോസദാക്ക്, 8 യശുവ, 9 നെഹമിയ, 10 ഹെനോക്ക്, 11 ജോസഫ്, 12 ഷേം, 13 സേത്ത്, 14 ആദം. നമ്മുടെ ഈ പുതിയ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുക. ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും എന്നോട് കാണിച്ചിട്ടുള്ള എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും ഒത്തിരിയേറെ നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു.